സ്റ്റുഡൻസ്, എടാ നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്നുള്ളത്. സോ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമേ. ആൻഡ് ഇത് രണ്ടിനും കൂടി നമ്മൾ പറയുന്ന പേരാണ് CV. സോ ഒന്നെങ്കിൽ CV എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എഴുതാൻ ചോദിക്കാം. രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്നുള്ള ടോപ്പിക് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ഈ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമേക്ക് നമ്മൾ എപ്പോഴാണ് എഴുതാം? നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണല്ലേ നമ്മൾ ഇത് എഴുതാം. സോ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ എഴുതണം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് മിസ് പറഞ്ഞുതരാം. അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. ഇൻഫോർമൽ ഫോർമൽ എന്നുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, കൺക്ലൂഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം ചാനലിൽ പോയിക്കോളൂ, ആ ഒരു വീഡിയോ ഉണ്ട്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിലും വരുന്നത്. സോ ഫ്രം അഡ്രസ് കൊടുക്കണം. ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരും അഡ്രസ്സും കൊടുക്കുക, ഡേറ്റ് കൊടുക്കാം. ഇനി ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് ആ ഒരു കമ്പനിയിലെ HR മാനേജറിനായിരിക്കും അല്ലെ, അപ്പൊ അവരുടെ പേരും അഡ്രസ്സും കൊടുക്കാം. ഇനി സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ട് എങ്ങനെ കൊടുക്കുക? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് കൊടുക്കാം. ഇനി സാല്യൂട്ടേഷൻ എങ്ങനെ വേണം? സർ, മാഡം, റെസ്പെക്ടഡ് സർ, റെസ്പെക്ടഡ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു സാല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പാരഗ്രാഫില് purpose of application and should refer newspaper in which advertisement for the post was featured. എന്തിനാണ് നമ്മൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ പേർപ്പസും ആൻഡ് അതുപോലെ ഏത് ന്യൂസ് പേപ്പറിൽ നിന്നാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ലിങ്ക്ഡിനിലായിരിക്കും, എവിടെ നിന്നാണോ ഈ ഒരു ജോബ് ഉണ്ട് എന്നുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഏത് വഴിയാണോ നമ്മൾ വരുന്നത് ആ ഒരു കാര്യം ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാം. സെക്കൻഡ് പാരഗ്രാഫിലോ വാട്ട് ദ എംപ്ലോയർ വാണ്ട്സ് ടു നോ, നിങ്ങളെ പറ്റിയിട്ട് എന്താണ് എംപ്ലോയർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്കിൽസ്, ഈ റോളിന് നിങ്ങൾ എത്രത്തോളം ആപ്റ്റ് ആവും, ഈ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. തേർഡ് പാരഗ്രാഫിലോ ഗിവ് അഷുറൻസ് യു ആർ ഫിറ്റ് ഫോർ ദ ജോബ് ആൻഡ് ക്യാൻ ഡു ഇറ്റ് വെൽ. മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ഉറപ്പ് കൊടുക്കണം ഈ ഒരു ജോലിക്ക് ഞാൻ ആപ്റ്റ് ആണ് ആൻഡ് ഈ ഒരു ജോലിക്ക് നിങ്ങളെക്കാളും അടിപൊളിയായിട്ട് ആരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അഷുറൻസ് കൊടുക്കുന്നതാണ് തേർഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം? സൈൻ ഓഫ് ചെയ്യാം. സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് ചെയ്യാം കേട്ടോ. ഇതാണ് ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഇനി ആ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? റെസ്യൂമേ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. റെസ്യൂമേ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്യൂമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, ഒരു ബയോഡാറ്റ പോലെയുള്ള സാധനം. നെയിം, ഇമെയിൽ ID കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. പിന്നെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഫുള്ള് പറയില്ല കേട്ടോ, നമ്പർ എന്ന് പറഞ്ഞില്ല. നെയിം എന്ന് പറഞ്ഞാൽ എന്താ? ആദിത്യ. ഇമെയിൽ ID @gmail.com എന്താണോ @gmail.com. ഫോൺ നമ്പർ ഏതെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ശരിക്കുള്ള ഫോൺ നമ്പർ ഒന്നും കൊടുക്കണ്ട കേട്ടോ, വെറുതെ 9876543201 എന്നൊക്കെ വെറുതെ എഴുതിയാൽ മതി. ഇനി നിങ്ങളുടെ ഏജ് കൊടുക്കാം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. നാഷണാലിറ്റി എന്താണ്? ഇന്ത്യൻ ആണ്. മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ എന്നൊന്നും എഴുതിയേക്കരുത് കേട്ടോ, അൺമാരീഡ് എന്നാണ് കൊടുക്കേണ്ടത്. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കാം. അപ്പൊ ഞാനാണെങ്കിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെ കൊടുക്കാം. റെഡി? സോ അടുത്തത് നോക്കിക്കേ, നിങ്ങളുടെ എക്സ്പീരിയൻസസ്. I worked 2 years in this company എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊടുക്കാം. നിങ്ങളുടെ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, മോട്ടിവേഷണൽ സ്കിൽസ്, അങ്ങനത്തെ നിങ്ങളുടെ സ്കിൽസ് എന്താണോ നിങ്ങൾ യുണീക്ക് ആക്കുന്നത് ആ സ്കിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെസ്യൂമേയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ലാംഗ്വേജസ് നിങ്ങൾക്ക് ഏതാണ് അറിയാം? ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയോ അത് കൊടുക്കാം. ആൻഡ് നിങ്ങളുടെ ഹോബീസ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെസ്യൂമേയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് റെസ്യൂമേന്റെ അവസാനമായിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കും. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കും. I hereby declare. ഇത് നിങ്ങൾ കാണപ്പാടം പഠിച്ചാൽ കേട്ടോ, ഏത് വന്നാലും ഇതന്നെ എഴുതിയാൽ മതി. I hereby declare that all the above given information are true and correct to the best of my knowledge and if found other I alone shall be responsible എന്ന് പറഞ്ഞിട്ട് thanking you എന്ന് പറയാം. നെയിം ആൻഡ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാം. ഇതാണ് റെസ്യൂമേയുടെ ഫോർമാറ്റ്. ഇനി എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. റീഡ് ദ ഫോളോയിങ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പരസ്യം തന്നിട്ടുണ്ട്. മാക്സ്വെൽ ആൻഡ് കമ്പനി, 133 Marine Street, Mumbai. Required office assistance. We, the leading logistics company, invite application from eligible candidates for the post of office assistance. Eligibility: graduation in any subject, computer skill, excellent communication skill. ഇതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ സ്കിൽസ് എഴുതുമ്പോൾ നോട്ട് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ വേണം നിങ്ങൾ റെസ്യൂമേയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഏജ് ബിലോ 30 years,
കോണ്ടാക്ട് ആസ് ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്, ഫാക്സ് കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID hrmaxwell.co.in കൊടുത്തിട്ടുണ്ട്. റെഡി? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. renowned logistics company has invited application for the post of office assistant. Imagine that you are a graduate and would like to apply for the post. Prepare a job application letter and resume. എക്സാമിന് നിങ്ങൾക്ക് നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ എഴുതാം? ഫസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ അത് ABC എന്നിട്ട് ABC സ്ട്രീറ്റ് XY സ്ട്രീറ്റ് എന്നൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ ശരിക്കും പേരൊന്നും എഴുതണ്ട. സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റ് എഴുതാം. ഇനി ആർക്കാണ് നമ്മൾ അയക്കുന്നത്? HR മാനേജർ, മാക്സ്വെൽ ആൻഡ് കമ്പനി, 133 മെറൈൻ സ്ട്രീറ്റ്, മുംബൈ. സബ്ജക്ട് ആയിട്ട് എന്ത് കൊടുക്കാം? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. ഡിയർ സർ അല്ലെങ്കിൽ മാഡം, I am writing to express my interest in the position of office assistant as advertised by your esteemed company. ഇവിടെ ഓഫീസ് അസിസ്റ്റന്റിന് വേറെ അവിടെ വേറെ ആരാണോ തരുന്നത് അത് നിങ്ങൾ മാറ്റാൻ മതി. റെഡി? സോ ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ ഏത് ഡിഗ്രി ആണോ അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. and have good computer skills along with excellent communication abilities. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവർക്ക് നീഡഡ് ആയിട്ടുള്ള എന്താണ്? സ്കിൽസ് ആണ്. and I am confident that my skills and dedication make me a suitable candidate for this role. ഈ ഒരു റോളിന് ഞാൻ എന്തായിരിക്കും? സ്യൂട്ടബിൾ ആയിരിക്കും, ആപ്റ്റ് ആയിരിക്കും. and I am enthusiastic about contributing to the success of Maxwell and Company. Maxwell and Companyയുടെ സക്സസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. which is known for its excellence in the logistics industry. I would be grateful for the opportunity to discuss my application in further detail. Please find my resume attached for your reference. ഇങ്ങനെ എഴുതണം കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ലെറ്ററിൽ എന്ത് ചെയ്യണം? റെസ്യൂമെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇങ്ങനെ എഴുതിയാൽ മതി. പ്ലീസ് ഫൈൻഡ് മൈ റെസ്യൂമെ അറ്റാച്ച് ഫോർ യുവർ റെഫറൻസ്. ഓക്കെ. ഇനി താങ്ക് യു ഫോർ കൺസിഡറിംഗ് മൈ ആപ്ലിക്കേഷൻ. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് യുവർ സിൻസിയർലി എന്ന് എഴുതാം. നിങ്ങളുടെ നെയിം എഴുതാം. അപ്പൊ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ സെറ്റ് ആയി. ഇനി റെസ്യൂമെ എന്ത് ചെയ്യണം? കറക്റ്റ് നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് റെസ്യൂമെ എന്ന് കൊടുത്ത് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഏജ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, 1 year ഇൻ ഏത് കമ്പനിയാണോ അവരുടെ ഒരു എന്തെങ്കിലുമൊക്കെ കമ്പനി എന്നൊക്കെ നമ്മൾ തട്ടിവിടാം. ഓക്കെ. സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ലാംഗ്വേജസ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹോബീസ് റീഡിംഗ് ആൻഡ് ഡാൻസിങ് എക്സെട്ര. എന്നിട്ട് ഡിക്ലറേഷനും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? താങ്ക് ചെയ്യുക. നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇട്ടാൽ എന്തായി? നമ്മുടെ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമും സെറ്റായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാംസ്. അപ്പോൾ ബൈ, സീ യു, ലവ് യു ഓൾ.